എന്റെ ദൈവമേ! ആ സീക്രട്ട് ഏജന്റിനെയും കൊണ്ട് തോറ്റിരിക്കുകയാണ്. ഇന്നലെ രാവിലെ നമ്മളിട്ടൊരു വീഡിയോയിലാണ് 6 വൈൽഡ് കാർഡ് എൻട്രികൾ ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് വരുന്നു എന്ന് നമ്മൾ പറഞ്ഞത്. ആ കൂട്ടത്തിൽ ഒരാളായിട്ട് നമ്മൾ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയും പറഞ്ഞു. ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ സായിയുടെ ചാനലിൽ ഏതൊരു വീഡിയോ വന്നാലും സായി ഇതേ വീഡിയോ ഇടുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്താണ് പറഞ്ഞത് ബിഗ് ബോസിലേക്ക് സായി വരുന്നു എന്നൊക്കെ പറഞ്ഞ് വെറുതെ ആൾക്കാരെ പറ്റിക്കാനായിട്ട് ശ്രമിക്കുന്നു. സായി എന്താണ് ഇടവിട്ട് എപ്പോഴും ഇടുന്നത് പോലെ വീഡിയോസും കാര്യങ്ങളും ചാനലിൽ ഇടുന്നുണ്ട്. നമ്മുടെ ജാസ്മിൻ ജാഫറും അഫ്സലും എല്ലാവരും കൂടി തമ്മിലുള്ള ആ ഒരു ഇഷ്യൂസ് ഒക്കെ സംസാരിച്ച് സായി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ഇന്നലെ. പിന്നീട് അതിനുശേഷം 5 മിനിറ്റ് മുമ്പ് സായി നമ്മുടെ ടൊവിനോ തോമസ് നായകനായി എത്തുന്ന മടികർ എന്ന മൂവിയുടെ ടീസർ ഇന്നലെ രാവിലത്തോടു കൂടി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടീസർ റിയാക്ഷൻ ചെയ്ത വീഡിയോ ഇന്ന് ഒരു 5 മിനിറ്റ് മുമ്പേ സായി തന്റെ സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഇങ്ങനെ തുരുതുരാ മെസ്സേജുകൾ വരാൻ തുടങ്ങിയത്. സായി കൃഷ്ണ എങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് വരിക? അതെ, 5 മിനിറ്റ് മുമ്പാണ് സീക്രട്ട് ഏജന്റ് എന്ന ചാനലിൽ ഒരു വീഡിയോ വന്നത്. ഒരു സിനിമയുടെ എന്താണ് ടീസർ റിയാക്ട് ചെയ്ത് സായി വീഡിയോ ഇട്ടത്. നിങ്ങൾ എന്താണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 100% സായി ഇന്ന് തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറും. ഇനി യൂട്യൂബിൽ വീഡിയോ തന്ന കാര്യം പറയാം. യൂട്യൂബിൽ വീഡിയോ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നലെ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണത്. എന്ന് വെച്ചാൽ ഈ ഒരു സിനിമയുടെ ടീസർ വന്നത് ഇന്നലെ രാവിലെയാണ്. സായി അത് അപ്പം തന്നെ റിയാക്ഷൻ ചെയ്ത് സേവ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് സംഭവം അവിടെ റെഡിയാക്കി വെച്ച്. നമുക്കറിയാം സായി ഏത് സിനിമയുടെ ടീസർ വന്നാലും 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ സായിയുടെ ചാനലിൽ അതിന്റെ റിയാക്ഷൻ വരും. ഇത് ഇന്നലെ വന്ന മൂവിയുടെ ടീസറിന്റെ റിയാക്ഷൻ ഇന്നാണ് വന്നിരിക്കുന്നത്. അത് ഷെഡ്യൂൾ ചെയ്ത് സായി വെച്ചതാണ്. കാരണം ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട്. സായിക്ക് അറിയാം എങ്ങനെയൊക്കെ സേഫ് ആയിട്ട് വെച്ചാലും എത്ര സീക്രട്ട് ആയിട്ട് വെച്ചാലും ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പരക്കും സായി ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡ് ആയിട്ട് വരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവരെയും ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് കളയാമെന്നുള്ള ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്ന ഓരോ വീഡിയോസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചിലപ്പോൾ ഇനിയും സായി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് ഇന്ന് രാത്രി അടക്കം ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ സായി ഇന്ന് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുമെന്നുള്ളത് 100% ഉറപ്പായ കാര്യം തന്നെയാണ്. പിന്നീട് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ്, എപ്പോഴും കാറിലിരുന്ന് വീഡിയോസ് ഇടുന്ന സായി ഇതേ കണ്ടില്ലേ, ഇപ്പൊ പുറത്തിരുന്ന് ഫോണൊക്കെ കയ്യിൽ പിടിച്ചിട്ടിരുന്നാണ് ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സായി എന്ത് വീഡിയോ ഇട്ടാലും ഏകദേശം 10 മിനിറ്റ്, ഏറ്റവും താഴ്ന്നത് 10 മിനിറ്റ് ആണ് ആ ഒരു വീഡിയോയുടെ ലെങ്ത് എന്ന് പറയുന്നത്. അതിപ്പോ നിങ്ങൾക്ക് സായിയുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇഷ്ടംമാരെ വീഡിയോസ് ഉണ്ട്. എല്ലാവരും 10, 15, 25, 30 മിനിറ്റുകളാണ്. ഈ ഒരു വീഡിയോ നോക്ക്, വെറും 5 മിനിറ്റ് ലെങ്തേ ഉള്ളൂ. ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അല്ലാണ്ട് നിങ്ങൾ പേടിക്കണ്ട, സായി കൃഷ്ണയെ ബിഗ് ബോസിൽ കാണണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. സായിയുടെ ഗെയിം എങ്ങനെയാണെന്ന് ഇപ്പോൾ സായി സീക്രട്ട് ഏജന്റ് എന്നുള്ളൊരു പേരിൽ മാത്രമേ നമുക്കറിയുള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് ആളിക്കത്തുന്ന വിഷയങ്ങളൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു റിവ്യൂവർ, ഒരു കാറിന്റെ ഉള്ളിൽ ഇരുന്ന് റിവ്യൂ ചെയ്യുന്ന ഒരു റിവ്യൂവർ. അല്ലാതെ പുള്ളിക്കാരൻ ജീവിതത്തിൽ എങ്ങനെയാണ്, പുള്ളിയുടെ ഗെയിം എങ്ങനെയായിരിക്കും, ബിഗ് ബോസിനെ റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സായി കൃഷ്ണ. പുള്ളി ഗെയിം കളിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട് എനിക്ക് ഉൾപ്പെടെ ഒരുപാട് പേർക്ക് താല്പര്യമുള്ളൊരു കേസ് തന്നെയാണ് സായി കൃഷ്ണയെ ബിഗ് ബോസിൽ കാണണമെന്നുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. സായി ഉറപ്പായിട്ടും ഇന്നത്തോടു കൂടി ബിഗ് ബോസ് മലയാളം സീസൺ 6ലേക്ക് കയറും. ഉറപ്പ്. ഇതിൽ കൂടുതൽ ഉറപ്പിന് എങ്ങനെ പറയണം. അപ്പൊ നമുക്ക് നോക്കാം സായിയുടെ ഗെയിമും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്ന്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്